സതീശനുമായിട്ടുള്ള വിഷയം അതല്ല. പ്രതിപക്ഷ നേതാവിനെ കേന്ദ്ര സർക്കാർ തൽക്കാലം അരയിലൊരു വള്ളിയും കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. മോദിക്കെതിരെ മിണ്ടാൻ ധൈര്യമില്ല. എന്താ കാര്യം? നിങ്ങൾ മനസ്സിലാക്കണം. കിബിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും കിബിക്കുമെതിരെ ED നോട്ടീസ് വന്നു. ഫെമ ലംഘനമുണ്ട്. അവർ വീട്ടിലേക്ക് വസ്തു വാങ്ങിച്ചിട്ടില്ല. വികസന പ്രവർത്തനത്തിന് വേണ്ടി പൊന്നും വിലയ്ക്ക് സർക്കാർ സ്ഥലമെടുത്തതിനാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ്. ഫെമ ലംഘനം. സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചത് ലംഘനമല്ലേ? ഇനി സതീശനെ മാറ്റിയെടുത്ത് മണപ്പാട് ഫൗണ്ടേഷൻ പണം പിരിച്ചിട്ടുള്ളത് ലംഘനമല്ലേ? മണപ്പാട് ഫൗണ്ടേഷന് എന്താ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയക്കാത്തത്? ED കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ച പോലെ ആ മണപ്പാട് ഫൗണ്ടേഷനെതിരായിട്ട് എന്താ നോട്ടീസ് അയക്കാത്തത്? ബഹുമാനപ്പെട്ട പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര ഈ പരാതി പിണറായി ഗവൺമെൻറ് മാത്രമല്ല കൊടുത്തത്, EDക്ക് കൊടുത്തു, CBIക്ക് കൊടുത്തു, മോദിക്ക് കൊടുത്തു, അമിത്ഷയ്ക്ക് കൊടുത്തു. ഒരു നടപടി അവിടെ ഉണ്ടായില്ല. എന്താ നടപടി ഉണ്ടാകാത്തത്? അവർ സതീശനെ ഡീൽ ചെയ്യാണ്. ആ പരാതി ഉയർന്നു വന്ന ശേഷം സതീശൻ മോദിക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ക്യാമ്പിലെ പ്രസംഗം എന്തായിരുന്നു? കേരളത്തിൻ്റെ ഖജനാവിനെ ഇടതുപക്ഷം തകർത്തു, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഇടതുപക്ഷം തകർത്തു. അപ്പോൾ ഇടതുപക്ഷം കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മോദി രക്ഷിക്കുകയത് അങ്ങനെയാണോ? ഈ 10 കൊല്ലം കേരളത്തോട് കേന്ദ്രം പെരുമാറിയത് മര്യാദയാണോ? വയനാടിന് കേന്ദ്രം പണം തന്നോ? പ്രളയം വന്നപ്പോൾ കേരളത്തെ സഹായിച്ചോ? പുറത്തുപോയി പിരിക്കാൻ സമ്മതിച്ചോ? സതീശൻ പുറത്തുപോയി പിരിച്ചല്ലോ. 700 കോടി രൂപ UAE സർക്കാർ തരാമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കാൻ സമ്മതിച്ചില്ലല്ലോ. സതീശൻ പണം പിരിച്ച പോലെ കേരളത്തിലെ സർക്കാരിന് പിരിക്കാൻ അവസരം കൊടുത്തില്ലല്ലോ. സതീശനെന്താ ചോദിക്കാത്തത്? അപ്പോൾ സതീശന് പിരിക്കാം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ പണപ്പിരിവ് വിദേശത്ത് പാടില്ല. ഇത് ഇരട്ടത്താപ്പല്ലേ? പിരിച്ചതോടുകൂടി സതീശൻ കുടുങ്ങിയെന്നേ. കണക്കില്ലാത്തതുകൊണ്ട് സതീശൻ കുടുങ്ങിയെന്നേ. കുടുങ്ങിയ സതീശൻ പറയണത്, ഉത്തരം പറയേണ്ടത് പിണറായിയുടെ മുമ്പിലല്ല, മോദിയുടെ മുമ്പിലാണ്. ശരി. ഉത്തരം പറയേണ്ടത് പിണറായിയുടെ മുമ്പിലല്ല, വിജിലൻസിന് മുമ്പിലല്ല, അമിത്ഷയുടെ മുമ്പിലാണ്. ശരി. അപ്പോഴോ അവിടെ ഉത്തരം പറയുമോ? അവിടെ ഉത്തരം പറയിപ്പിക്കില്ല. അതാ കാരണം എന്താണ്? BJPയും കോൺഗ്രസും കൂടെ അന്തർധാരയാണ്. BJP കോൺഗ്രസ് ലീഗ് അന്തർധാരയാണ്. ഇത് കേരള രാഷ്ട്രീയം പൊളിക്കും. നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 10 കൊല്ലം കേരളത്തിൽ LDF ചെയ്തത് മാത്രം മതി. നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒരു കാര്യം പറയൂ. ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ കേരളം പിന്നോട്ട് പോയ ഒരു മേഖല പറഞ്ഞാൽ ഇന്ന് കൈകൂപ്പി മാപ്പ് പറയാം.